കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അഞ്ചലിൽ മാസങ്ങൾക്ക് മുമ്പ് MDMA പിടികൂടിയ സംഭവത്തിൽ തുടരന്വേഷണം ഊർജിതമാക്കിയ അഞ്ചൽ പോലീസ്. കിഴക്കൻ മേഖലയിൽ MDMA പിടികൂടിയ ഭൂരിഭാഗം കേസുകളിലും ഇതെത്തിച്ചത് ബംഗളൂരിൽ നിന്നുമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്വേഷണം ബംഗളൂരിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് അഞ്ചൽ പോലീസ്. പിടിയിലായ പ്രതികളിൽ പ്രധാനികളുമായി പോലീസ് ബംഗളൂരിലെത്തി തെളിവെടുപ്പും നടത്തി. കേസിൽ അറസ്റ്റിലായ ഏരൂർ ഐലറ സ്വദേശി പ്രദീപ് ചന്ദ്രൻ, അലേമൺ കണ്ണങ്കോട് സ്വദേശി റോണക് സജു ജോർജ് എന്നിവരെയാണ് പോലീസ് ബംഗളൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇവിടെ നിന്നും MDMA വാങ്ങി പ്രദീപിനെ ഏൽപ്പിക്കുന്നത് റോണക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രദീപാണ് സ്ഥിരമായി MDMA കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത്. ബംഗളൂരിൽ വിദ്യാർത്ഥിയായ റോണക്ക് പബ്ബുകൾ കേന്ദ്രീകരിച്ചാണ് രാസലഹരി വസ്തുക്കളുടെ ഇടപാടുകൾ നടത്തി വന്നത്. അതിനാൽ തന്നെ ഇവിടം കേന്ദ്രീകരിച്ചാവും കൂടുതൽ പരിശോധന. ബംഗളൂർ പോലീസുമായി ചേർന്ന് മയക്കുമരുന്ന് ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ തഴമേൽ സ്വദേശി ഷിജുവിനെ 4 ഗ്രാമോളം MDMAയുമായി പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നു തന്നെ തടിക്കാടിന് സമീപം ഏറത്ത് പച്ചക്കറി കച്ചവടം നടത്തി വന്ന സാജൻ രാജ് എന്നയാളെയും പോലീസ് പിടികൂടിയിരുന്നു. ഇവിടെ നിന്നും അന്ന് കണ്ടെടുത്തത് 80 ഗ്രാം MDMA ആയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള റോണക്ക്, പ്രദീപ്, റോണക്കിന്റെ മാതാവ്, സുഹൃത്തടക്കം 6 പേരെ പോലീസ് പിടികൂടിയത്. ഇവരുടെ ഇടപാടുകാരായ നിരവധി ആളുകൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. അന്വേഷണം തുടരുകയാണെന്ന് അഞ്ചൽ SHO ഹരീഷ് പറഞ്ഞു. നാട്ടുവാർത്ത, അഞ്ചൽ.